എം ഷാജറിനെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണത്തിൽ പോലീസ് അന്വേഷണം നടത്തണമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്. മനു തോമസ് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയാണ് വേണ്ടത്. ഗൗരവമുള്ള പരാതിയാണ് മനു തോമസിന്റേതെന്നും ഹരിദാസ് കണ്ണൂരിൽ പറഞ്ഞു. യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജറിനെതിരെ മനു തോമസ് ഉന്നയിച്ച ആരോപണത്തിൽ പാർട്ടി അന്വേഷണമല്ല വേണ്ടതെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് പറഞ്ഞു. പക്ഷെ 2 വർഷമായിട്ട് CPM അന്വേഷണം നടത്തുക, അതിനപ്പുറം ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ ഇങ്ങനെ ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് പോലും നിയമവ്യവസ്ഥിതിക്ക് വിട്ടുകൊടുക്കാതെ CPM സ്വന്തം അന്വേഷണം നടത്തി കുറ്റക്കാരെ വെള്ളപൂശുകയാണ്. ആരോപണം ഉയർന്നയാളെയാണ് യുവജന കമ്മീഷൻ ചെയർമാനാക്കിയത്. CPM നേതാക്കൾക്ക് ഈ കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ട്. കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷൻ മാഫിയ സംഘത്തിൻ്റെ തലവന്മാരായി CPM നേതാക്കന്മാർ വാഴുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPM നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട്. അത് CPM നേതാവിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നല്ലോ. ഇത് കണ്ണൂരിലെ പൊതുസമൂഹം നേരത്തെ പറയുന്നതാണ്. കാരണം ഇത്തരം സംഘങ്ങളെ സഹായിക്കുന്നതും അവരെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ പരിരക്ഷിക്കുന്നതും CPM നേതാക്കന്മാരാണ് കണ്ണൂരിലെ. എതിർ രാഷ്ട്രീയക്കാരെ കൊല്ലാനും വെട്ടാനും ഈ കൊട്ടേഷൻ സംഘത്തെ CPM ഉപയോഗിക്കാറുണ്ട്. ആരോപണം ഉന്നയിക്കുന്നവരെ പുറത്താക്കുന്ന രീതിയാണ് CPMന്റേത്. നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുകയാണ് CPM ചെയ്യുന്നത്. പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കണം. ഈ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട് CPMന്റെ നേതാക്കന്മാർക്ക് ആരൊക്കെ ആകാശ് തില്ലങ്കേരിയുമായി ബന്ധമുണ്ട്, അർജുൻ നായങ്കിയുമായി ബന്ധമുണ്ട്, നിരവധി കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ട്. അവരെയൊക്കെ സഹായിക്കുന്നത് ആരാണ്? അവരെന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് പാർട്ടി ഇന്നലെ അവരെ ഉപയോഗപ്പെടുത്തിയത് പുറത്തു വരുമെന്ന ബോധ്യത്തോടു കൂടിയാണ് അവരെയൊക്കെ വെള്ളപൂശുന്നതും സഹായിക്കുന്നതും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാതെ ഇവരെയൊക്കെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഗുരുതരമായ ഒരു ആരോപണമാണ് മനു തോമസ് പറഞ്ഞിട്ടുള്ളത്. ഈ ആരോപണം സൊമോട്ടോ കേസെടുക്കേണ്ടതാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് സൊമോട്ടോ അന്വേഷിച്ച് ഇതിൽ കുറ്റക്കാരായ ആളുകൾ എത്ര ഉന്നതരായാലും ശരി അത് നടപടിയെടുക്കണം. അണികൾ CPM നേതൃത്വത്തെ തിരിച്ചറിയണമെന്നും എൻ ഹരിദാസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.